നാട്ടിൽ എൻ്റെ വീട്ടിൽ തന്നെ നടന്നൊരു മണ്ടത്തരം ഞാൻ പറയാം. വീട് പണി, പുതിയൊരു വീട് പണിയാണ്. അപ്പോൾ നാട്ടിലെ വലിയൊരു ശാസ്ത്രജ്ഞനാണല്ലോ ഈ വാസ്തുശാസ്ത്രജ്ഞൻ. അപ്പോൾ വാസ്തുശാസ്ത്രജ്ഞൻ വീട്ടിലേക്ക് വരികയാണ്. ആ വാസ്തുശാസ്ത്രജ്ഞൻ വീട്ടിൽ വന്നിട്ട് കയറി പുള്ളി വീടൊക്കെ ഒന്ന് നോക്കി, ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിയിട്ട് അടുത്ത് വന്ന്, മമ്മി വയ്യാത്തതാണ്, ഇത് സുഖമില്ലാത്ത സ്ത്രീ, ഹാർട്ട് കംപ്ലൈൻ്റ് ഒക്കെ, അവരെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ വീട്ടിൽ ജീവിച്ചവരൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. മമ്മി പെട്ടെന്ന് ചുറ്റും ഭിത്തിയിലൊക്കെ നോക്കി, നീ സ്വന്തം പടം വല്ലതും വല്ല മാലയിട്ട് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട്. കാരണം ശാസ്ത്രജ്ഞൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. പിന്നെ പുള്ളി വേറൊരു കാര്യങ്ങൾ കണ്ടുപിടിച്ചു. മുറ്റത്ത് 2 മാവുണ്ടാകും, 2 സൈഡിലും മാവ്, കൊച്ചു മാവാണ്, വലിയ വലിപ്പമുള്ള വലിയ മാവല്ല, നാടൻ മാവല്ല. ഈ വലിയ മാങ്ങ വിത്ത് കുഞ്ഞണ്ടി ആൻഡ് വേറൊരു മാങ്ങ, ഓമിക്ക മാങ്ങയോ അങ്ങനെ കണ്ട് എന്തോ നല്ല ടേസ്റ്റുള്ള മാങ്ങ. അതുകൊണ്ട് മാവ് നമ്മൾ വെട്ടിക്കാണുന്നില്ല, പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും. അതിനകത്ത് പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. മാവിലെ വീണ് മുറ്റമൊക്കെ നാശമാകുന്നുണ്ട്. പിന്നെ ചൊറിയും പുഴു, നീറ്, ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ തോട്ട് വന്ന് വീഴാനുള്ള സാധ്യതയൊക്കെ വീണിട്ടുണ്ട്, ചൊറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തോ മാങ്ങ നല്ലതായതുകൊണ്ട് നമ്മളത് വെട്ടിയില്ല. പക്ഷെ അതിന് ഇങ്ങനെ ഒരു ഭയങ്കര ശാസ്ത്രീയമായ പ്രശ്നമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഓക്കെ വെട്ടാൻ തീരുമാനിക്കുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ശാസ്ത്രജ്ഞൻ പറയുന്നു, ഇവിടെ ഈ സ്ഥാനം ശരിയല്ല, നമുക്ക് ആ ഇടത്തെ സൈഡിലെ മൂലയ്ക്ക് ഒരു സ്ഥലം പുള്ളി നോക്കി കണക്കൊക്കെ കൂട്ടി അവൻ്റെ അമ്മയുടെ മറ്റേ നോക്കിയിട്ട് അവൻ അങ്ങ് എഴുതി എന്തൊക്കെയോ കണക്ക് കൂട്ടി എന്നൊക്കെ പറയാം. എന്നിട്ടാണല്ലോ ഒരു വീട് പണിത്. ഈ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ അവധിക്ക് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കയറി താമസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പോകാൻ പോയില്ല. വീട്ടിൽ നമുക്ക് പോകേണ്ട സമയത്ത് പോകാമല്ലോ. ചെന്നു കിടന്നു ഉറങ്ങി, രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ സാധാരണ ഇവിടെയൊക്കെ തന്നെ ജീവിക്കുന്നവരൊക്കെ ജീവിക്കുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, വീടിന് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ചൂടുണ്ട്. ശാസ്ത്രജ്ഞൻ പറഞ്ഞതനുസരിച്ച് പണിതിട്ടും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ആലോചിച്ചപ്പോഴാണ് വീട്ടിൽ പുതിയൊരു ഐറ്റം നമ്പറാണ് നാട്ടിൽ ഉള്ള സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ചെയ്തത്. പർഗോള. ഈ പർഗോളയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. പർഗോള എന്ന് പറഞ്ഞാൽ നല്ലൊരു വെളിച്ചമാകത്ത്, വീടിനകത്തൊക്കെ വെളിച്ചം, പോസിറ്റീവ് എനർജി, ഭയങ്കര എനർജി, നല്ല വെളിച്ചമാണ്. പക്ഷെ അതുപോലെ തന്നെ ചൂടും കൂടും. അപ്പൊ ഈ പർഗോള വെച്ചത് ഈ ശാസ്ത്രത്തിലില്ലാത്ത സാധനമാണല്ലോ, അതുകൊണ്ടായിരിക്കാം ഈ ചൂട് കൂടിയത്. എന്താണെങ്കിലും വിലയ്ക്കകത്തല്ല ചൂടാണ്. AC ഒക്കെ വെക്കേണ്ട ഗതികേടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നേരത്തെ വീടിന് ചുറ്റും മരങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ മരമൊക്കെ വെട്ടി, ആഞ്ഞിരി വെട്ടി, മറ്റേത് വെട്ടി, 2 ആഞ്ഞിരി വെട്ടി കളഞ്ഞു, 2 മാവ് വെട്ടി കളഞ്ഞു. അപ്പോൾ ചുറ്റും നല്ല തണലുണ്ടാകുന്നതുകൊണ്ട് തണുപ്പുണ്ടാകുന്ന വീടാണ് പഴയ വീട്. ഇവിടെ പക്ഷേ അതില്ല, പുതിയ വീടൊക്കെയാണ്. സംഭവം കാണാനൊക്കെ രസമുണ്ട്. ശാസ്ത്രജ്ഞൻ പറഞ്ഞതനുസരിച്ച് ഇനി അവിടെ ജീവിക്കുന്ന കുറച്ചാൾ കൂടുതൽ ജീവിക്കുമായിരിക്കും. എന്താണെങ്കിലും ഇതിനകത്ത് വേറെ ഒരു തമാശയും കൂടെ. ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞതനുസരിച്ച് ഇവരവിടെ പഴയ വീട് പിടിച്ച് പൊളിച്ച് കളഞ്ഞു, മാവും വെട്ടിക്കളഞ്ഞു. ഞാൻ മമ്മിയോട് ചോദിച്ചു, എന്തിനാ മാവ് വെട്ടിയത്? കാരണം അയാൾ പറഞ്ഞതനുസരിച്ചാണെങ്കിലും അല്ലാതെ നമ്മളൊന്ന് ആലോചിച്ചാലും ഈ വീടിന് ഇറങ്ങുന്ന വഴിക്ക് മാവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീടിന്റെ മുമ്പിൽ ഒരു മാവുണ്ടെങ്കിലാണല്ലോ പ്രശ്നം. പക്ഷെ ഇപ്പൊ അവിടെ വീടില്ല, ഈ പുതിയ വീടിന്റെ മുമ്പിൽ മാവും ഇല്ല. പിന്നെ ആ മാവ് വെട്ടേണ്ട ആവശ്യമുണ്ടോ? ആ വീട് പൊളിക്കുന്ന എന്താണെന്ന് പൊളിച്ചു ചേർത്തുള്ളൂ, അത് പൊളിക്കാൻ തന്നെ പഴയ വീടാണല്ലോ. ആ വീടും പൊളിച്ച് മാവും വെട്ടേണ്ട കാര്യമില്ല. മാവ് വെട്ടുന്നതിന് നമുക്ക് നല്ല മാങ്ങയെങ്കിലും കഴിക്കാം. പക്ഷേ ആ മാവും പോയി. കാരണം നമ്മൾ കൊച്ചിലേക്കത്തിട്ട് കഴിച്ചോണ്ടിരുന്ന, കാരണം നമ്മള് പണ്ട് മാങ്ങ ഒരുപാട് കഴിച്ചിട്ടുള്ള മാവിനോടൊക്കെ നമുക്ക് ഒരു ചെറിയ സ്നേഹമൊക്കെ തോന്നുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ മാവ് വെട്ടിയാലും വിരോധമൊന്നുമില്ല. എന്നാൽ പോലും എന്താവശ്യത്തിന് ഇതവര് ചെയ്തത്, എന്ത് ഗുണം അവർക്കുണ്ടായത്? എനിക്കത് മനസ്സിലായി. 2 മാവ് പോയതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും കാണില്ല. പിന്നെ വീട്ടിൽ ചൂടുണ്ട് നന്നായിട്ട്. ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ മരവൊക്കെ വെട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ തണുപ്പ് കുറഞ്ഞിരിക്കും. പോട്ടെ, ബുർജ് ഖലീഫ പണിയുമ്പോൾ വാസ്തു നോക്കുന്നുണ്ടോ? എന്തിനധികം പറയുന്നത്? ഞാൻ വിദേശത്താണ്. വിദേശികളായ നമ്മുടെ മറ്റു വിദേശികളെന്നല്ല പറയേണ്ടത്, ഈ NRIs ആണ് കൂടുതലും നാട്ടിൽ പോയി വലിയ വീട് വെക്കുമ്പോൾ ഇവനൊക്കെ വാസ്തു നോക്കുന്നു, വാസ്തുവിന്റെ മറ്റിടത്ത് നോക്കുന്നു. ഈ പട്ടിശാസ്ത്രജ്ഞൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് NRIക്കാരെങ്കിലും കേൾക്കാൻ നിൽക്കരുത്. കാരണം ഇവന്റെ ഭൂരിഭാഗം ജീവിതവും അവൻ ജീവിക്കുന്നത് ഫ്ലാറ്റിനകത്ത് ഈ മരുഭൂമിയിലാണ്. ഇവിടെ ഒരൊറ്റ ബിൽഡിംഗ് പോലും വാസ്തുശാസ്ത്ര പ്രകാരമല്ല പണിയുന്നത്. ആ പട്ടിശാസ്ത്രം ഈ ഗൾഫിലെങ്ങും ഇല്ല, മറ്റു രാജ്യങ്ങളിൽ പലയിടത്തും ഇല്ല. ഈ കേരളത്തിലാണ് കൂടുതലുള്ളത്. ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളുണ്ടോ ഇല്ല, എനിക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠനം നടത്താൻ പറ്റിയിട്ടില്ല. അല്ല, തന്നെ താല്പര്യം എവിടെയൊക്കെ വാസ്തുശാസ്ത്രജ്ഞൻ ഉണ്ടെന്ന് നോക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അതുപോലെ വിട്ടിട്ട് ഈ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നവൻ കൂലിയും വേല ഇല്ലാതെ നാട്ടിൽ തന്നെ നടക്കുന്ന ഏതോ പട്ടിയാണ്. ആ പട്ടി നിങ്ങളെയൊക്കെ വീട്ടിൽ വന്ന് പറ്റിക്കുന്നു. ആ പട്ടിയെ പറ്റി കൂടുതൽ പഠിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് എന്തോന്ന് ചാത്രമുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ജീവിതകാലത്തിന്റെ നമ്മൾ അറ്റ്ലീസ്റ്റ് NRIക്കാരെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഈ പട്ടിയെ വിളിച്ച് വീട്ടിൽ കയറ്റാതിരിക്കാൻ ശ്രമിക്കുക. അപേക്ഷയാണ് പ്ലീസ്.